ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്സ്, വൈകുന്നേരത്തെ ചായക്കൊക്കെ കടിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുഞ്ഞാറ്റ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ശർക്കര മിഠായി ഇല്ലേ, റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക, ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ശർക്കര മിഠായിൻ്റെ അതേ ഷേപ്പിൽ ഏകദേശമൊക്കെ അതിന് സാമ്യമായ രീതിയിലാണ് ടേസ്റ്റും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഉഴുന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 കപ്പ് ഉഴുന്ന് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറുമ്പോളൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ അതൊന്ന് അടിച്ചെടുക്കണം. ഇനി ശർക്കര ഉരുക്കാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ശർക്കര ഉരുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ സപ്ലൈകോയിൽ നിന്ന് കിട്ടിയ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കിറ്റ് കിട്ടിയല്ലോ. അപ്പോൾ ആ കിറ്റിലുണ്ടായിരുന്ന ശർക്കരയാണിത്. ഇത് ഇങ്ങനെ ഒരു വലിയ കട്ടയാണ്. അതിങ്ങനെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഉരുക്കാൻ എടുക്കുന്നത് കേട്ടോ. സാധാരണ ശർക്കര ഓരോ ആണി രൂപത്തിലാണല്ലോ ഉണ്ടാവുക, ഇത് അതുപോലെയല്ല. അപ്പോൾ ഇതിന് കളറും കുറവാണ്, അതായത് ഒരു യെല്ലോ ഹാഷ് കളറാണ് ഇതിനുള്ളത്. പിന്നെ ഇതിന് ടേസ്റ്റും ഒരു പഞ്ചസാരയോട് സാമ്യമുള്ള ഒരു ടേസ്റ്റാണ്, ശർക്കരയുടെ ടേസ്റ്റ് അല്ല. അപ്പം നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കളറുള്ള ശർക്കര എടുത്താൽ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മളത് ഉരുക്കിയ ശേഷം അതൊരു അരിപ്പയിൽ അരിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഇത് മുക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ആ അരച്ചു വെച്ച മാവ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് എണ്ണ ചൂടാക്കിയ ഒരു പാനിലേക്ക് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വട്ടത്തിലാക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഒരു ഷേപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ആക്കിയാണ്. നീളത്തിൽ മുറിച്ചെടുത്താലും മതി, എങ്ങനെയായാലും നമ്മളെ ഇഷ്ടമാണ്. പൈപ്പിംഗ് ബാഗ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കവറിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ നമ്മളിത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഫ്രൈ ചെയ്തത് നല്ലോണം കളറാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ചെറുന്നനെ കളറാക്കിയിട്ടുള്ളൂ. കാരണം അതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് അറിയില്ല, പിന്നെ ഇതിൽ ശർക്കര പാനി പിടിക്കുന്നുണ്ടോയെന്നും അറിയില്ല. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിലത്ര പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, അത് ആ മഞ്ഞ കളറിൽ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് ഏകദേശം നല്ലോണം ഫ്രൈ ചെയ്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കാൻ ചെയ്തത്. അപ്പോൾ അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. ശർക്കര കളർ ഉണ്ടെങ്കിൽ, നല്ല കറുപ്പ് കളർ ശർക്കര ഒക്കെ ഉണ്ടല്ലോ, അത് കിട്ടുന്നവർക്ക് ഇത് ഇത്രയും വേവിച്ചാൽ മതി. കാരണം ഇതിന് ഇതേ വേവുള്ളൂ. ഒരു ബ്രൗൺ കളറിലേക്ക് എത്തണം എന്നില്ല, അതിൻ്റെ മുന്നേ തന്നെ ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ എടുക്കാം. അപ്പോൾ ഇതാണിത്. എത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന നല്ലൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ശർക്കര മിഠായി എന്ന് പറയാം അതാണിത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഉഴുന്നൊക്കെ കിട്ടുമ്പോൾ, ശർക്കര ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ദോശമാവ് കൊണ്ടും ഉണ്ടാക്കാം, നമ്മുടെ പച്ചരിയിൽ ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. പിന്നെ ചോറ് കൊണ്ട് നുറുക്കുണ്ടാക്കൂലേ, ഒരു പോലത്തിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചോറ് കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർ നൂൽപുട്ടിൻ്റെ അച്ചിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് കാണുന്നവരെ ബൈ.